ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിദ്യാസ് രസോയ്. ഇന്ന് ഞാൻ എന്താ റെഡിയാക്കുന്നത്? ചിക്കൻ മോമോസ്. അപ്പൊ അതിനു മുമ്പായിട്ട് എല്ലാവരും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. അപ്പൊ ഇന്ന് ഇവരുടെ രണ്ടിന്റെ ഫേവറേറ്റ് ആണ് ഞാൻ തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് രണ്ടാളും ഇൻട്രോ പറയാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പൊ അധികം പറഞ്ഞ് സമയമൊന്നും കളയുന്നില്ല. അപ്പൊ നമുക്ക് കിച്ചണിലേക്ക് പോയാലോ? നിങ്ങളും കൂടെ വാ. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞോ? അപ്പൊ ശരി. അപ്പം നമുക്ക് ചിക്കൻ മോമോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു 200 ml ഒരു കപ്പാണ്, അതിൽ ഫുൾ കപ്പ് മൈദയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു 12 എണ്ണം 13 എണ്ണം ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിലാണ് ചേർക്കുന്നത്. ഏത് ഓയിലായാലും കുഴപ്പമില്ല, നമ്മൾ ഇത് കൊക്കനട്ട് ഓയിൽ ഒഴികെ ബാക്കിയുള്ള എന്തായാലും കുഴപ്പമില്ല. ഇനി നമുക്കിത് നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ മാവ് മിക്സ് ചെയ്യുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പാകത്തിനുള്ള വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതൊന്നും പിന്നെ പറയേണ്ട ആവശ്യമോ കാണിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട്. ചപ്പാത്തിയും പൂരിയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പം ഞാനെല്ലാം റെഡിയാക്കി കൊണ്ടുവന്നു. ഇതിനി ഒരു ഹാഫ് ആൻ അവർ ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോഴത്തേക്കിന് നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. ചിക്കൻ മോമോസിൻ്റെ അകത്ത് വെക്കാനൊരു ഫില്ലിങ് വേണ്ടേ, അപ്പോൾ അത് റെഡിയാക്കണം നമുക്കിനി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോപ്പ് ചെയ്ത് ഞാൻ ഒണിയൻ വെച്ചിട്ടുണ്ട്, പിന്നെ സോയാ സോസ് എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ പെപ്പറും സാൾട്ടും എടുത്തിട്ടുണ്ട്, ജിഞ്ചർ ഗാർലിക്കും ഒരു ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട്, പിന്നെ ചിക്കനാണ് ചെറുതായിട്ട് ബോൺലെസ് ചിക്കൻ ഞുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിലെ തന്നെ നമുക്കൊരു പാൻ വെക്കുക. എപ്പോഴത്തെ പോലെ തന്നെ നമുക്കെപ്പോഴും കുറച്ച് ഓയിൽ ഒഴിക്കുക. ഏത് ഓയിലായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക്കും ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഗ്രീൻ ചില്ലിയാണ്. കൂടുതൽ എരിവൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇതിലും കൂടുതൽ പച്ചമുളക് ചേർക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. നമുക്കിവിടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അധികം എരിവ് അധികം ആർക്കും ഇഷ്ടമല്ല. ഇനി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഒണിയനും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാടങ്ങ് കുക്കാവുമൊന്നും വേണ്ട, നമ്മളിങ്ങനെ അടച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊരു ക്രഞ്ചിനെസ് ഒക്കെ വേണം, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടച്ചു വെക്കേണ്ട പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ ചിക്കൻ ആണെങ്കിലും ബോൺലെസ്സും ആയതുകൊണ്ട് നമ്മൾ ചെറിയ പീസാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടും. ഇനി നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ്റെ സ്ഥാനത്ത് നമുക്ക് വെജിറ്റബിൾസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും, ഗാർലിക് വെച്ചിട്ട് ഗാർലിക് മോമോസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല ടൈപ്പിലുണ്ട് ചെയ്യാൻ പറ്റുന്നത്, പല ടൈപ്പിൽ, പല ഷേപ്പിൽ, പല പേരിൽ, ഡംപ്ലിംഗ് എന്നും അങ്ങനെ എന്തൊക്കെയാണോ ഒരുപാട് പേരുകളിലും ഒക്കെ ഇത് ഇപ്പം ഷോപ്പുകളിലൊക്കെ കണ്ടിട്ടില്ലേ നമ്മളിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കുറച്ച് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് പെട്ടെന്നായിട്ട് കുക്കായി കിട്ടും നമുക്ക്. ഇതിവിടെ നിന്ന് കുക്കാവട്ടെ. ഇനി ഇപ്പോൾ ഒന്ന് കുക്കായിട്ടുണ്ട്, കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സോയാ സോസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. സോയാ സോസൊക്കെ ചെല്ലുമ്പം വേറൊരു നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ ഇരുന്നിനി അപ്പം നമുക്ക് ഇനി ബാക്കിയുള്ള പരിപാടിയും കൂടി നോക്കാം. നമ്മുടെ ഒരു ഇതുണ്ടാക്കാനായിട്ട് മാവൊക്കെ കൊണ്ട് കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൂടെ എടുത്തിട്ട് നമുക്ക് നമ്മുടെ പൂരിയുടെ വലുപ്പത്തിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ചെറിയ ബോളുകളാക്കി വെക്കാം. ഇത് ഒരുപാട് അങ്ങ് കട്ടി കുറഞ്ഞും ഒരുപാട് കട്ടിയിലും ആയി പോകരുത്. അപ്പോൾ ഇതുപോലെ ഈ ഒരു സൈസിലാണ് നമുക്ക് വേണ്ടത്, ചെറിയ പൂരിയുടെ അത്രയും. ഗോതമ്പ് പൊടി വെച്ച് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, ഇനി അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും.
അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു 12 എണ്ണം കാണും നമ്മൾ എടുക്കുന്ന സൈസ് അനുസരിച്ചിട്ട്. അപ്പം നമ്മൾ സാധാരണ ചപ്പാത്തി പൂരിയൊക്കെ പരത്തുന്ന പോലെ തന്നെ കുറച്ച് ഇതിലോട്ട് നമ്മൾ പൊടിയിലേക്ക് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് പരത്തിയെടുത്താൽ മാത്രം മതി. അല്ലാണ്ട് പ്രത്യേകിച്ചൊരു രീതികളൊന്നും ഇതിനില്ല. എൻ്റെ ചപ്പാത്തി പലകയ്ക്ക് കുറച്ച് ഗ്ലാമർ കുറവാട്ടോ. കുറേ പഴക്കമായതാണ്, ഒരു 10 വർഷത്തോളം ആയതാണ്. കണ്ടില്ലേ, ഇത് ഒരുപാടങ്ങ് ഒത്തിരി അങ്ങ് തിന്നാവല്ലേ, ഒരുപാടങ്ങ് തിക്കും ആകരുത്, ആ ഒരു രീതിയിൽ വേണം എടുക്കാനായിട്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് ആ സൈഡിൽ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, ആ സൈഡിൽ മാത്രം. ഇനി നമുക്ക് ഉള്ളിൽ ഇതിൻ്റെ ഫില്ലിങ് വെക്കുമ്പോൾ അത് നന്നായിട്ടൊന്ന് സ്റ്റിക്കാകാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, പല ഷേപ്പിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇപ്പം ചില സ്ഥലത്തൊക്കെ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഇപ്പം ഇങ്ങനെ നീളത്തിലിരിക്കും, ഇങ്ങനെ പ്രത്യേകിച്ചൊരു ഷേപ്പോ ഒന്നും തന്നെ ഇല്ല ഇതിന്. കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിലും ചില സ്ഥലങ്ങളിലൊക്കെ കിട്ടുന്നത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ ചിലയിടത്താണെങ്കിൽ നമ്മളിത് ചുരുട്ടി ഇങ്ങനെ മണ്ടയ്ക്കൊക്കെ വെച്ചിട്ട് ഒരു ഫ്ലവർ പോലെ ആക്കി വെക്കും. ചിലയിടത്താണെങ്കിൽ ഇതൊരു കിഴി പോലെ ആക്കി വെക്കും. അങ്ങനെ പല ടൈപ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഉണ്ടല്ലേ, ഇതുപോലെ ആക്കിയെടുക്കാം. ഇതുപോലെ ഞാൻ എല്ലാം ശരിയാക്കിയെടുക്കാം. ഇതിപ്പോൾ വേറൊരു രീതിയിൽ ഞാനെടുത്ത് കാണിക്കാം. ഇനിയും ഇതുപോലെ തന്നെ ഇനി ഇതിനകത്ത് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഞൊറിഞ്ഞെടുക്കും. നമ്മുടെ സാരിയുടെ ഫ്ലീറ്റൊക്കെ എടുക്കുന്ന പോലെ നമ്മളിങ്ങനെ പെതുക്കെ ഞൊറിഞ്ഞ് ഒരു ഫ്ലവർ പോലെ ആക്കിയെടുക്കാം. കണ്ടില്ല, ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളുടെ കൈക്ക് എങ്ങനെയാണോ പറ്റുന്ന ആ ഒരു ഷേപ്പിൽ ഇതെങ്ങനെ വേണമെങ്കിലും എടുക്കാം. അതുകൊണ്ട് ഷേപ്പിലൊന്നും ഒരു കാര്യമില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസം ഒന്നും വരത്തില്ല. കണ്ടില്ല, ഒന്നിങ്ങനെ വെണ്ടയ്ക്കോട്ട് വേറൊരു ടൈപ്പിൽ നീളത്തിൽ എങ്ങനെയാണെങ്കിലും ഒരു പ്രോബ്ലം ഇല്ല. അപ്പം ഞാനെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കൊരു 12 എണ്ണത്തോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ അതിനുപോലെ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൻ്റെ സ്റ്റീമർ വെച്ചിട്ട് നമ്മൾ അതിലേക്ക് വെള്ളമൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഇത് വെച്ചു. എന്നിട്ട് ഒരു സ്റ്റീമർ പുറത്ത് വെച്ചു. ഇനി നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നു, അത്രയേ ഉള്ളൂ. നമ്മുടെ ചിക്കൻ മോമോസ് റെഡി ആയി കഴിയുമ്പോൾ തന്നെ ഒരു 10 മിനിറ്റ്സ് വേണം, അത്രയും മതി. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്, ഒരു വെറൈറ്റിയാണ്, അത്ര തന്നെ. നമ്മൾ ഷേപ്പൊക്കെ ഇത്തിരി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിലെങ്ങും ഒരു വ്യത്യാസവും വരത്തില്ല. ഒരെണ്ണം കൂടി ഞാൻ വെക്കുവാണ്. ഇപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്. 10 മിനിറ്റ്സ് കഴിഞ്ഞു. കണ്ടില്ലേ, വളരെ ഈസിയും അല്ലേ. അപ്പോൾ ഇതിനി നമുക്കൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് വളരെ ഈസിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറയണം. അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ സെഷ്വാൻ ഇത് കിട്ടും, ചട്നി കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഹോട്ട് ആൻഡ് സോറിൻ്റെ സോസാണെങ്കിലും കുഴപ്പമില്ല, കച്ചപ്പ് ഉപയോഗിക്കാം, അല്ല എന്തായാലും കുഴപ്പമില്ല, നമുക്കിഷ്ടമല്ല. ഇല്ലെങ്കിൽ നമുക്ക് ഇതിന് നല്ലൊരു ചട്നി ഉണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.